ഹായ്. ഹായ്. ഈ വണ്ടിയുടെ വേണ്ട പാഡ് മൊത്തം അത് പാഡ് ഡിസ്ക് പാഡ് മറന്നുണ്ട്. പാഡും തീർന്ന് നടക്കാണ്. ഡിസ്ക് നല്ലപോലെ ചാല് വീണു വേണ്ട, നല്ല രീതിക്ക് ചാല് വീണു. അപ്പോൾ ഈ ഡിസ്ക് നമ്മൾ മാറിയാണ്. ഇത് കേട്ടോ നല്ലപോലെ ചാല് വീണു കേട്ടോ. ഇതിന് പോളിഷ് ചെയ്തിട്ടല്ല, പോളിഷ് ടൈമിൻ്റെ അലൈൻമെൻറ്റ് വണ്ടി കോട്ടം വരും. അതുകൊണ്ട് നമ്മൾ ഈ ഡിസ്ക് മേടിച്ച് മാറുന്നതാണ് നല്ലത്. ചെറിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് 2 റൗണ്ടൊക്കെ ഇത് നല്ല ഇതുകൊണ്ടുകൊണ്ട് പറഞ്ഞടിക്കോ അറിഞ്ഞിട്ടോ. കറക്കടി കണ്ടാ. കല്ലിവറക്കളാക്കി ഇങ്ങോട്ട് മാറ്റി എവിടെയെങ്കിലും കെട്ടി വയ്ക്കണം. എവിടെയെങ്കിലും കെട്ടി വെച്ചിട്ട് പിന്നെ ഫ്രീ ആക്കി എടുക്കണം. എന്നിട്ട് ഇവിടെ ചുറ്റിനെ ആറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇളവിഞ്ഞ് വരും. ആറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വരും. പിന്നെ ഇളവി വരും. അത്രേ ഉള്ളൂ. നമ്മളെടുത്ത് കളഞ്ഞാൽ മതി. എടുത്ത് എറിയുക, പണം എടുത്ത് എറിയുക. പുതിയതായി ചെറടാ അവനെ അവിടെ തുളച്ചിട്ടിരുന്നേ. പുതിയ ഫ്ലൈവിലാണ് കണ്ടോ, പുതിയ ഡിസ്ക്. ഇങ്ങോട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട. ഇങ്ങനെ കിട്ടും എല്ലാം ക്ലിയർ. നല്ലൊരു തുടച്ച് പൊടി മൊത്തം കളഞ്ഞിട്ട് കയറ്റുക. പിന്നെ പൊടി പോലെ ആകും. ഇതൊക്കെ റാറ്റൊക്കെ ഇതിലുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, റാറ്ററിയാൻ പറ്റില്ല. അപ്പുറത്തും ഉണ്ട് ഇതിനകത്ത് കേട്ടാ, അപ്പുറത്തും ഉണ്ട്. നല്ലൊരു വണ്ടി കൈ നിൽക്കില്ല. വണ്ടി സ്റ്റിയറിങ്ങിൽ നമ്മൾ കൈ നിൽക്കില്ല. ഇങ്ങനെ ഡിസ്കൊക്കെ പോയാൽ അലൈൻമെൻറ്റ് ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഡിസ്ക് നോക്കി നമുക്കിതൊക്കെ ചെയ്യാമെന്നുണ്ട്. പൊളിയാവും. പൊടികൾ അരിക്കണൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം എയറടിച്ച് കളയണം. പറയാം. പുതിയ പാഡ് മാറണം. മറ്റേ തീർന്നു കേട്ടോ. മറ്റേ പാഡ് തീർന്ന് ഇവിടെ അങ്ങനെ ചെയ്യണം. പ്രസ് ചെയ്താൽ ഫുള്ള് ഇളക്കേണ്ടതൊന്നും കാര്യമില്ല. നമ്മൾ തിക്കിയിട്ടേ ഡബിൾ സിലിണ്ടറാണ് വേണം. അപ്പോൾ ഡബിൾ സിലിണ്ടർ തിക്കിയിട്ട് ചേട്ടാ അങ്ങനെ മാറി മൊത്തം ചെറുതായിട്ട് ഇളക്കി പോകും. കയറ്റിയാൽ മതി, എടുത്ത് കയറ്റിയാൽ മതി. നല്ല വെയിറ്റ് കാണും. നല്ല വെയിറ്റ് ഉള്ളതാണ് സാധനം. നിങ്ങളെല്ലാവരും പണിക്കൊക്കെ പോയെന്ന് വിശ്വസിക്കുന്നു. ഇതും കണ്ടുകൊണ്ടിരിക്കാതെ എല്ലാവരും പണിക്കൊക്കെ പോകണം കേട്ടോ.
ഇതിനൊക്കെ തന്നെ വല സൈഡും ട്രിമൊക്കെ മാറി പേട് മാറുന്നു. അതൊക്കെ ചത്ത്. ഇതിൻ്റെ സെൻസർ നമ്മൾ പഴയ തന്നെ ഇടുന്നു. സെൻസർ പിടിച്ചു തുടങ്ങിയില്ല. ഇതാ സെൻസർ പിടിച്ചു തുടങ്ങി. അപ്പോൾ അത് തന്നെ നമ്മൾ തിരിച്ചിടുന്നു. ഓയെങ്കിൽ മാറണമായിരുന്നു. ഇല്ല ഈ സൈഡും പേട് നമ്മളിട്ട്. എൻ്റെ സംസാരം വലിയ ക്ലിയർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചിലവർക്കൊക്കെ മനസ്സിലാകും കേട്ടോ. കുറച്ചൊന്നും അലയ്ക്കാൻ പറ്റില്ല. വർഷാപ്പായത് പോലെ കുറച്ചൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അടക്കം കണക്കൊക്കെ പറയുന്നത്. എൻ്റെ പ്രേക്ഷകർ എന്നെ ചീത്ത വിളിക്കരുത്. മാക്സിമം ഞാൻ മേശരി കേൾക്കാതൊക്കെ സംസാരിക്കും. അടുത്ത വിളിയിൽ കാണാം. ടാറ്റാ.